ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത ബിഗ് ബോസിൽ ഞാൻ കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. സീരിയസ്ലി മാൻ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 8 എനിക്ക് കയറണം, ആഗ്രഹമുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് എന്നെ വിളിച്ചിട്ട്, അതായത് ആദിത്യൻ ചേറ്റു, നിങ്ങൾ ബിഗ് ബോസ് സീസൺ 8 സെലക്ട് ആയിട്ടുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനത്തെ സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്തിട്ടും അവർ എന്നെ എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കെഞ്ചിക്കൊണ്ടിരിക്കും. എന്നെ എടുക്കണം, എന്നെ എങ്ങനെയെങ്കിലും എടുക്കണം ബിഗ് ബോസ്, എന്നെ എങ്ങനെയെങ്കിലും എടുക്കൂ, എന്നെ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. ഞാൻ തകർക്കും, തൂക്കിയടിക്കും, വാരിയടിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കൊണ്ട് എന്നെ 8 എടുപ്പിക്കും. ഞാൻ ശ്രമിക്കും. എന്തിനു ശ്രമിക്കാതിരിക്കണം? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് തന്നെ പറയാം. പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ജിഷിൻ അതേപോലെ തന്നെ അഭിലാഷ് എവിക്റ്റായി എന്ന് കേൾക്കണം. സീരിയസ്ലി ഞാൻ ജിഷിൻ എവിക്റ്റാവെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അയാൾ പുറത്താവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ജിഷിൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അയാൾ പോകണമെന്ന്? കുറവായിരിക്കും, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും അയാൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരും അത് അൺഫെയർ ആണ് എന്ന് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? അയ്യേ, ആൾക്കാർ ആർക്കാണ് ഈ വോട്ട് കൊടുക്കണത്? എന്നെ വിട്, ഞാൻ വോട്ടും കിട്ടൊക്കെ എല്ലാപ്പോഴും ചെയ്യുന്ന ആളൊന്നുമല്ല, എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇവിടെ നിരന്തരം വോട്ട് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്. ഈ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. പക്ഷെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഈ കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പം ലാസ്റ്റ് ടൈം റെന പോയി. റെനേനെ ഞാൻ വിമർശിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗംഭീര കണ്ടസ്റ്റൻ്റാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ റെന പോയി, ഇത് ഇപ്പൊ ജിഷിൻ പോയി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കണു. വാട്ട്സ് ഹാപ്പനിങ്? അന്ന് സാബുമാൻ സേവായി, ഓക്കെ. അന്ന് മറ്റേ ഹോട്ടൽ ടാസ്കില് പുള്ളി കുറെ നേരം നിന്നു, ആൾക്കാർക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നി, അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്തു ഇരിക്കട്ടെ, നോ പ്രോബ്ലം. ഇപ്പോഴും അയാൾ സേവ് ആവുന്നൊരു സാഹചര്യമാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. ഐ ഡോണ്ട് നോ അയാൾ പോയോ ഇല്ല, സാബുമാൻ എവിക്റ്റ് ആവില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് അയാൾ പോവാതെയാണ് ഈ പറഞ്ഞ ജിഷിൻ എവിക്റ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ എവിക്ഷൻ അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നണത്. സീരിയസ്ലി സാബുമാനോട് എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലല്ല എനിക്കിഷ്ടം. അയാൾ നല്ലൊരു മനുഷ്യനാണ്, പാവം പിടിച്ചൊരു മനുഷ്യനാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ രീതിയിൽ അയാളെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അങ്ങേരിങ്ങനെ സേവായി പോയിക്കോട്ടെ, വിരോധമില്ല, സേവ് ആയിക്കോട്ടെ. പക്ഷെ ഇയാൾ സേവ് ആവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് എവിക്റ്റായി പോകുന്നത്. അത്തരത്തിലുള്ള എവിക്ഷൻ കാണുന്ന സമയത്താണ് എനിക്ക് വല്ലാതെ ആവുന്നത്. അയ്യോ, എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ തോന്നുന്നത്. അല്ലാതെ ഇയാൾ സേവ് ആവുന്നതുകൊണ്ടല്ല കേട്ടാ. സേവ് ആവണം, ആയിക്കോട്ടെ. പക്ഷെ ഇയാൾ സേവ് ആവുമ്പോൾ ഇപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ എവിക്റ്റ് ആവുന്നുണ്ട്. അതാണ് അൺഫെയർ എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. റെന പോയത്, ഇപ്പൊ ജിഷിൻ പോകുന്നത് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പൊ ജിഷിൻ അതിൻ്റെ അകത്ത് റിയൽ ആയിട്ട് തന്നെയാണ് നിൽക്കണം. അയാൾ ഫേക്ക് ആയിട്ടൊന്നുമല്ല നിൽക്കണം. അതൊന്നുമല്ല ഞാൻ പറയണം. അയാൾ ചിരിക്കുന്നതൊക്കെ നല്ല സ്വീറ്റാണ് കാണാൻ, നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള മനുഷ്യനാണ്. എല്ലാം പോസിറ്റീവായിട്ട് ഞാൻ ആളെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. ഇപ്പം ഞാൻ നേരത്തെ തുടക്കം തന്നെ പറഞ്ഞല്ലോ, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിരിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു പോസിറ്റിവിറ്റി മാത്രം അങ്ങനെ ഉണ്ട്. പക്ഷേ ഇയാൾ നിൽക്കണ പോലെ ഒന്നും മിണ്ടാതെ ഒന്നും ഇരിക്കുന്ന ആളല്ല ഞാൻ അത്യാവശ്യം അഭിപ്രായമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി വെച്ചിട്ട് സാബുമാൻ അതിൻ്റെ അകത്ത് റിയൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നും ചെയ്യണ്ടല്ലോ, സിമ്പിൾ. അതിൻ്റെ അകത്തേക്ക് കയറുക, ആരെക്കുറിച്ചിട്ടും പ്രത്യേകിച്ച് ഏഷണി കൂട്ടാനൊന്നും നിൽക്കണ്ട, ആരെക്കുറിച്ചും കുറ്റം പറയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഒരു മൂലയ്ക്ക് ഇരിക്കുക, ടാസ്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി നന്നായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ ചിരിച്ചിട്ടൊക്കെ ഹായ്
എന്തൊക്കെയുണ്ട്, പറയൂ സുഖല്ലേ? ആണോ? എനിക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം, ഞാൻ നന്നായി അഭിനയിക്കും, കിഡുമായിട്ട് അഭിനയിക്കും. നിങ്ങൾക്ക് എന്നെ അറിയാത്തോണ്ടാ. കിഡുമായിട്ട് ഞാൻ അഭിനയിക്കും. ഞാൻ നിൽക്കും സുഖമായിട്ട് 50 ദിവസമോ 100 ദിവസമോ ഞാൻ നിൽക്കാം. സിമ്പിളല്ലേ? എൻ്റെ ഗെയിം ഏത് ആൾക്കാർക്ക് വേണം? പ്രേക്ഷകർക്ക് കാണണം എൻ്റെ ഗെയിം. അവർക്ക് ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ വളരെ സ്വീറ്റായിട്ടും അല്ലെങ്കിൽ ക്യൂട്ടായിട്ടും അല്ലെങ്കിൽ വളരെ സ്നേഹസമ്പന്നനായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എനിക്ക് വോട്ട് തരികയായിരിക്കും. ഇവൻ കൊള്ളാമല്ലോ, പാവം എടുത്തേ, പാവം എന്നുള്ള ലെവലിലായിരിക്കുമേ, പാവം എന്നുള്ള ലെവലിലായിരിക്കും, നല്ല പേഴ്സണാലിറ്റി എന്നുള്ള ലെവലിലൊക്കെ ആയിരിക്കും എനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ടോപ്പ് 3 വരെ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വലിയ മത്സരമൊന്നും മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല. സേവായിട്ട് ഇങ്ങനെ കുറേ നാൾ നിൽക്കാൻ, ഞാൻ പറയുന്നത് കപ്പ് എന്നല്ല, കുറേ നാൾ നിൽക്കാൻ ഇങ്ങനെ ഭയങ്കര മത്സരബുദ്ധിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ നമ്മൾ സൈലൻ്റ് ആയിട്ട് പാവമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഇവിടെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണത്. ഞാൻ വീണ്ടും പറയണു, സാബുമാൻ പാവൊരു ചങ്ങാതിയാണ്, പാവൊരു ചങ്ങാതിയാണ്. അയാളെ കുറ്റമല്ലേ ഞാൻ പറയണേ, കുറ്റമായിട്ടോ അയാളെ നെഗറ്റീവായിട്ടോ ഒന്നുമല്ല പറയണേ. അയാൾ പാവൊരു ചങ്ങാതിയാണ്, നൈസായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. പക്ഷെ ഇയാൾ സേവ് ആകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ, കളിക്കുന്ന ആൾക്കാർ പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അഭിലാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അഭിലാഷ് ഇറങ്ങിക്കളിയൊന്നും ഇല്ല. ആക്ച്വലി അഭിലാഷിന് കുറെ പ്ലാൻസ് ഉണ്ടാവുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളി പറയുകയായിരിക്കും, സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് ഡയറക്റ്റ്ലി ആൾക്കാരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പൊങ്ങി വരുന്നൊരു പരിപാടി ആക്ച്വലി കാണുന്നില്ല അഭിലാഷിന്റെ കേസിൽ. സാബുമാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഭിലാഷ് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള രീതിയിലോ ആണെങ്കിൽ വെക്കാം എന്നല്ലാതെ, അഭിലാഷ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അഭിലാഷ് എന്താണ് ഗംഭീര പ്രകടനങ്ങളൊന്നും അവിടെ കാഴ്ചവെക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് മൂപ്പര് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യം പറയുന്നില്ല, അല്ലെങ്കിൽ ഡബിൾ ഫേസ് പരിപാടികൾ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പുള്ളി പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു അഭിലാഷിൻ്റെ കേസ്, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിലാഷിൻ്റെ കേസ് മാത്രമല്ല, പോനിയയിലും ബിന്നിയും ഒക്കെ ഇന്ന് മൂഞ്ചിയിട്ടുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. വീഡിയോ ക്ലിപ്പ് സഹിതം കാണിച്ചിട്ട് ഓനിയയിലും അഭിലാഷും ബിന്നിയുടെയൊക്കെ സംഗതി അങ്ങ് എടുത്ത് കാണിച്ചു കൊടുത്തു. മൂലയ്ക്ക് ഇരുന്നിട്ട് മറ്റേ ആര്യൻ ഗിസൈലിൻ്റെ സംഭവം പറഞ്ഞത്, ലവ് ട്രാക്ക്, അവരടുത്തൊരു ലവ് ട്രാക്ക്, അത് ഇത് കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കുറ്റം പറയണം. മാറിയിരുന്നിട്ടേ നല്ല രീതിക്ക് കുറ്റം പറയണം. ഒരാളെ കുറിച്ച് നല്ലോന്നല്ല പറയണം, മാറിയിരുന്ന് ഇങ്ങനെ വരദൂഷണം പറയുക. ഈ പറയുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, ആര്യൻ ഗിസൈൽ ഒരുമിച്ച് നിന്ന് കളിക്കുന്നു, ആര്യനാണ് അത്യാവശ്യം നന്നായിട്ട് കമ്പാരിറ്റീവിൽ നിൽക്കുന്നത്, ഗിസൈൽ എന്താ പറയുക ഡൗൺ ആയിട്ട് ആക്ച്വലി വരികയാണ്. എന്താണ് ഈ സംഭവം പറയുന്നതുകൊണ്ട് തെറ്റില്ല, ഒരു സർക്കിളിൽ ഇരുന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഇത് സർക്കിളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോഴാണ് അത് നെഗറ്റീവ് ആവുന്നത്. ഇതിപ്പോൾ ഈ ഓനിയലാണെങ്കിലും അഭിലാഷാണെങ്കിലും ബിന്നിയാണെന്നുണ്ടെങ്കിലും ഈ ഒളിച്ചിരുന്ന് പറഞ്ഞ സാധനം അവിടെ ഒളിച്ചിരുന്ന് മാത്രം പറയാതെ ഇത് ഒരു ഗെയിമായിട്ട് ആര്യൻ്റെയും ഗിസൈലിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഡയറക്റ്റ്ലി സംസാരിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വെക്കാം അറ്റ്ലീസ്റ്റ്. അതായത് എന്താണ്, നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ കളിക്കും, നിങ്ങൾ എന്താണ് ഈ കോമ്പോ പിടിച്ച് കളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗിസൈൽ എന്താ ഒറ്റയ്ക്ക് കളിക്കാതെ ആര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നിൽക്കണം എന്നൊക്കെ ഇതിൽ അങ്ങനെയൊക്കെ നേരിട്ട് ചോദിക്കണമായിരുന്നു. അതൊന്നും കാണുന്നില്ല. ഇവിടെ മാറിയിരുന്ന് കുറ്റം പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് ആക്ച്വലി അങ്ങനെയാണ് തോന്നുന്നത്, പ്രേക്ഷകർക്കും അങ്ങനെയാണ് തോന്നണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു തൊലിഞ്ഞ ഗ്യാങ്ങാണ്. ഓനിയൽ, അഭിലാഷ്, ബിന്നി, ഇവരിരുന്നിട്ട് ഒരു തൊലിഞ്ഞ ഗ്യാങ്ങാണ്. ഇവർ മാറി നിന്നിട്ടാണെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനത്തെ തൊലിഞ്ഞ പരിപാടി ആക്ച്വലി കാണിക്കുന്നുണ്ട്. ഇത് ക്ലിപ്പ് അവിടെ ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്ത് മാറിയതിന് ശേഷം പിന്നെ അങ്ങനെ ഗുണഗുണമെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. സംഗതി മാറി നിന്ന് കുറ്റം പറഞ്ഞ തന്നെയാണ്, അതവിടെ എക്സ്പോസ് ചെയ്തു. വീഡിയോ കാണുക ചടുപ്പായി നാളം കെട്ടു എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി ഇപ്പം എന്താണ്, അഭിലാഷ് പോയി കേൾക്കണം. ഇനിയിപ്പോൾ ഇനി ഓനിയലുണ്ട്, ബിന്നിയുണ്ട്, ബിന്നി മോനിയലും ഇനി അങ്ങോട്ടുള്ള കളികളെങ്കിലും ഈ ഇങ്ങനെ പെറുപെറുക്കാതെ ഡയറക്റ്റ്ലി ഈ വർത്തമാനം പറയേണ്ട കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നണം. ഇനി വീണ്ടും ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ടുള്ള ഗണ്ണ വർത്താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണ്ടിട്ട് എന്താണ്, അയ്യേ ഇവരെന്താണ് ഈ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ പറയൂ, അത്രേ ഉള്ളൂ. പിന്നെ ബിന്നിയുടെ കേസ് പറയുകയാണെങ്കിലേ, ബിന്നി പണ്ട് ഷൈത്തയുടെ അടുത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഐ ഡോണ്ട് റിമെമ്പർ ഹൂ അതാരാണെന്നുള്ളത്. മറ്റേ ഷൈത്യ തന്നെ തോന്നണു, ഷൈത്യയോട് തന്നെയാണോ തോന്നുന്നു ബിന്നി ഇരുന്ന് ഈ സംഭവം പറയേണ്ടത്. മറ്റേ
കൈയടക്കി കൈയൊക്കെ പിടിച്ചിട്ടൊക്കെ സംസാരിക്കും ആര്യൻ ഗിസൈൽ. അതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കുന്ന അതിൻ്റെ അർത്ഥം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയൊക്കെ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ മാത്രമേ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പിന്നെ മുമ്പ് തൊട്ടേ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ടിട്ടുണ്ട്. അനുമോൾ എയറിൽ പോയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് വിന്നി ഇത് കഴുത്തരെടുത്താണെന്ന് തോന്നുന്നു ഈ സാധനം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സാധനം, ഈ കൈ പിടിക്കണെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പം എല്ലാം കണക്കാണ്. ഈ മാറി ഇരുന്നിട്ടൊക്കെ കുറ്റം പറയുന്നുണ്ട്, മാറി ഇരുന്നിട്ട് എല്ലാ പരിപാടി ഇവർ കാണിക്കുന്നുണ്ട്. ഒന്നും ഡയറക്റ്റ്ലി ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യില്ല, ഒന്നും ഡയറക്റ്റ്ലി പറയേണ്ട പരിപാടികൾ പറയില്ല. അതാണ് ഈ പറഞ്ഞ ടീമിൻ്റെ ഒക്കെ ഒരു പ്രശ്നം. ബിന്നിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെയും കമ്പാരിറ്റീവ്ലി ബിന്നി ചില സാഹചര്യത്തിൽ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആദിലയുടെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ ഓനിയലായിക്കോട്ടെ അല്ലെങ്കിൽ അഭിലാഷ് ആയിക്കോട്ടെ, അവർ ഈ ഡയറക്റ്റ്ലി മാറി നിന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പറയുന്ന പരിപാടി കുറച്ച് കാര്യമായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നണം. മാറിയിരുന്ന് മാത്രം പറയാതെ അത് രസമല്ല, അത്ര രസമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ആര്യൻ ഗിസൈലിൻ്റെ കേസിൽ ഇറ്റ്സ് റൈറ്റ്. ഗിസൈൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയമായിരിക്കുന്നു, ആര്യനും ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയമായിരിക്കുന്നു. ബിക്കോസ് ഇപ്പം തന്നെ ഏകദേശം 50 ദിവസത്തിൻ്റെ മുകളിലായി. ഇനി എവിടേക്ക് ഈ കോംബോ പിടിച്ചുകൊണ്ട് പോകുന്നത്? കോംബോന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ ലവ് കോംബോ എന്നൊന്നും പറയുന്നില്ല. കോംബോ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് കാര്യം? ആര്യനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയറി വരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് ഒറ്റയ്ക്ക് അങ്ങ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. അവിടെ ഈ പറഞ്ഞ ഗിസൈലിൻ്റെ ഒപ്പം പിടിച്ചിട്ടാണ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗിസൈലിനെ മോശമാക്കി പറയണതല്ല. ആ കോംബോ രണ്ടുപേർക്കും ഗുണം ചെയ്യില്ല, രണ്ടുപേർക്കും ദോഷം ചെയ്യുന്ന ഞാൻ പറയണത്. ഗെയിം തളർത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ ഗിസൈലാണെങ്കിലും തുടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അനുമോള് ഗിസൈൽ എന്നായിരുന്നു ഏറ്റവും കൂടുതൽ തമ്പനെയിൽസും ടൈറ്റിലും ഭരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകെ എന്തായി, ഗിസൈലിന് തീരെ കണ്ടന്റ് ഇല്ലാത്ത അവസ്ഥയായി, സ്ക്രീൻ സ്പേസ് കുറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ കാര്യമായിട്ട് അവർ ഇല്ലാത്തൊരവസ്ഥയായി, തീരില്ലാത്ത ഗ്രാഫ് താഴേക്ക് പോകുന്ന അവസ്ഥയായി. അപ്പോൾ ഗിസൈലാണെങ്കിലും കുറച്ചൊന്ന് കണ്ടറിഞ്ഞ് മുമ്പിലേക്ക് വരണം. ടാസ്ക് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ടത്, എല്ലാ രീതിയിലും. ബിഗ് ബോസ് എന്ന് പറയുന്ന ടാസ്കൊക്കെ ഒരു സൈഡിൽ കൂടെ പോണ പരിപാടിയാണ്. ഈ അഭിപ്രായ പ്രകടനങ്ങൾ, കണ്ടന്റ്, അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം. ആ രീതിയിൽ നോക്കുമ്പോൾ ഗിസൈലൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പം ഉള്ളത്. ഗിസൈലിൻ്റെ ഫാൻസൊക്കെ ഉറക്കാണ് തോന്നുന്നുണ്ട് ഇപ്പം. അപ്പോൾ അവിടെ ആരും കയറി വരുന്നുണ്ട് നൈസായിട്ടൊരു സൈഡിൽ കൂടെ. അപ്പോൾ രണ്ടുപേരും കയറി വരട്ടെ, അത് ഈ കോംബോ ഒക്കെ വിട്ട് വന്നാലേ അത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വേറെന്താ നടന്ന് വേറൊന്നും പറയാനില്ല. പിന്നെ ഷാനവാസും അനീഷും, അനീഷിൻ്റെയും കേസ് പറയണമെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ജെനുവിനാണോ ഫേക്കാണോ എന്ന് എനിക്കറിയില്ല. ജെനുവിനാണെങ്കിൽ നല്ലത്, നന്നാവട്ടെ. പക്ഷേ ഇതൊരു ഗെയിം ഷോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണാൻ രസമുണ്ടാവും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദിസ് എ ഗെയിം ഷോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അനീഷ് ഒറ്റയാനായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അയാൾക്ക് ഫ്രണ്ട്ഷിപ്പൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇങ്ങനെ ഷാനവാസിൻ്റെ വലയിൽ ചെന്ന് ചാടി എന്ന് പറഞ്ഞാൽ അനീഷ് അത് കണ്ടറിഞ്ഞ് നിന്ന് ചാടിയതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് അത് ചാടി അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഷാനവാസ് ഒരേ രീതിയിൽ തന്നെ പോവും, അയാൾ എങ്ങനെയാണോ കളിക്കണം അങ്ങനെ കളിച്ചുകൊണ്ട് പോകും. ബട്ട് അനീഷിൻ്റെ കേസിലാണ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത. കാരണം ഒറ്റക്കൊമ്പൻ എന്നുള്ള ഒരു സാധനം നൈസായിട്ടൊന്ന് താഴേക്ക് പോകുന്നൊരവസ്ഥ വരുന്നു. ഇപ്പം ഇന്നാളും മറ്റേ കോയിൻ്റെ വിഷയം വന്ന സമയത്ത് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് നീ ഒളിപ്പിച്ച് വെച്ചതല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കാനും പിടിക്കാനൊക്കെ ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ആ കോയിൻ തിരിച്ചു കൊടുത്തതിന് ശേഷം അനീഷ് എന്താ പറയുക, ആ പിണക്കമൊക്കെ മാറിയിട്ട് അങ്ങോട്ട് കയറിയിട്ട് എടാന്നൊക്കെ പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പം അനീഷും ആ ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നൊരു പരിപാടി കാണുമ്പോൾ ഇത് അനീഷ് അല്ലല്ലോ, ഇങ്ങനെയാണോ അനീഷ്, ഇത് നന്നാവും അനീഷ് എന്നുള്ള രീതിയിൽ തോന്നുകയാണ്. അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഷാനവാസിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ദോഷം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നും അനീഷിനായിരിക്കും അത് പണി കിട്ടുക. അനീഷ് ഫാൻസ് തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടേ ഇങ്ങേര് ദൗർബല്യവാനായി മാറാൻ പാടില്ല. ഈ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടിയില്ലല്ലോ, ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് അയാൾ വാല്യൂ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നണം അനീഷ്. അപ്പോൾ
അത് വാല്യൂ ചെയ്യുന്ന സമയത്ത് പിണങ്ങാൻ പറ്റില്ല. പിണങ്ങിയാലും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും. അത് അനീഷിന് തന്നെ അവസാനം ഭാര്യയായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഏതായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ സൺഡേസ് എപ്പിസോഡ്, വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ജിഷിനും അഭിലാഷും പോയി കേൾക്കണം. ബൈ.